Hello guys, welcome to Sinax Gamer and Vlogger. അപ്പോൾ ഇത് ഗെയിമിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് കുറച്ച് ദിവസത്തേക്ക് ഞാൻ എൻ്റെ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും പറഞ്ഞേക്കാം അതല്ല. ഞാൻ ഇനി മുതൽ 5-6 ദിവസത്തേക്ക് ഞാൻ എൻ്റെ ക്യാമറ ഓൺ ചെയ്യൂല. കാരണം നിങ്ങൾ എൻ്റെ രണ്ട് വീഡിയോ ഡ്യൂഡ് ലെഫ്റ്റ് കാരണം 2 വീഡിയോ തന്നെ നിങ്ങൾ അത് കണ്ടു കാണും. എൻ്റെ കൈ കാരണം എൻ്റെ ക്യാമറ കളഞ്ഞു പോകും. കാരണം എൻ്റെ ജോയ്സ്റ്റിക്ക് അതിൻ്റെ അടുത്താണല്ലോ, അത് ഇപ്പുറത്തുണ്ടെന്നല്ല അപ്പുറത്തുണ്ടെങ്കിലും ചെയ്യുന്ന അവസ്ഥ. അതുകൊണ്ട് ഞാൻ ഒരു 5-6 ദിവസത്തേക്ക് ഞാൻ എൻ്റെ മൈക്കല്ല ക്യാമറ ഓഫ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇനി മുതൽ 5-6 ദിവസത്തേക്ക് വീഡിയോ ഇടുന്നത്. പിന്നെ വ്ളോഗിങ് വീഡിയോസ് പറഞ്ഞതേ ഉള്ളൂ, അതിനകത്തുള്ള എഡിറ്റിംഗ് ഒക്കെ പഠിച്ച് പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ ഗെയിമിംഗ് ചാനൽ തന്നെ എഡിറ്റിംഗ് ഞാൻ പഠിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പാട്ടൊന്നും ഇല്ലെങ്കിൽ ക്ഷമിക്കണം. ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോയിൽ പാട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ നല്ല പാട് വെട്ടിട്ടാണ് ചെയ്തത്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് 2-3 വീഡിയോ ഒരു ദിവസം ഇടാൻ. എനിക്കത് പറ്റാത്തതിന് കാരണം ഗൈസ്, അത് നല്ല പ്രോസസ്സാണ്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, അത് കുറേ പണിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് 2-3 വീഡിയോ ഇട്ട് ഒരു ദിവസം ഇടാത്തത്. എനിക്ക് പറ്റുമെങ്കിൽ 1-2 വീഡിയോസ് ഞാൻ ഒരു ദിവസം ആയിട്ടിടാം. പിന്നെ ചില ദിവസമൊക്കെ എനിക്കൊന്ന് വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ പണിയാക്കല്ലേ ഗൈസ്, പ്ലീസ്. എനിക്കത് പറ്റില്ല. ചില ദിവസമൊക്കെ ഞാൻ പണിയിലായിരിക്കും. അപ്പോൾ നമുക്കിന്ന് ആരെ എടുക്കാം? നമുക്ക് ഗെയിമിലേക്ക് ഇടുന്നല്ല, നമുക്കിന്ന് ജാക്കിന് എടുക്കാം. ജാക്ക് ഓളിയും കൂട്ടിയിട്ട് കേട്ടോ. പിന്നെ 5-6 പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മൈക്ക് ക്ലിയർ അല്ല എന്ന്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ വീഡിയോസ് 5-6 പ്രാവശ്യം എനിക്കത് മനസ്സിലായി ഗൈസ്. ഞാനിപ്പം സ്ക്രീനിൽ തൊടുന്നില്ലേ, ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അനക്കുകയാണ്. അനക്കുമ്പോൾ തന്നെ എൻ്റെ സ്ക്രീൻ എങ്ങോട്ടൊക്കെ പോകണം നോക്കണ്ട. ഉള്ളല്ലേ വെർച്വൽ റിയാലിറ്റി. അത് പോയാലോ കാറിവിടെ ഉണ്ടാവും. ഉണ്ടാവണേ മഞ്ഞ് കുറച്ച് മുട്ടായിരുന്നല്ലേ. നിങ്ങളായിട്ട് റിവേഴ്സ് വാ. റിവേഴ്സ് ഒന്നും പറഞ്ഞ് പിടിച്ചത് ബ്രേക്കിൻ്റെ ആയിപ്പോയി. ആക്സിലേറ്റർ കൊടു ഗായ്സ്. പിന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ അടിച്ചില്ല. നമ്മുടെ റിച്ചി അണ്ണൻ്റെ വീട്ടിൽ പോയിട്ട് റിച്ചിയുടെ വണ്ടി അവിടെ ഉണ്ടോയെന്ന് നോക്കണം. പിന്നെ നമ്മുടെ മൗണ്ടെയിൻ, ഇതിനകത്തൊരു മൗണ്ടെയിൻ ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ അടുത്താണ് റിച്ചീൻ്റെ വണ്ടി കിടക്കുന്നത്. റിച്ചിൻ്റെ വണ്ടിയല്ല, നമ്മളെടുത്ത് കൊടുത്ത വണ്ടി. ആ വണ്ടി എടുത്ത ആ സെയിം, അതായത് ആ മൗണ്ടെയിൻ അത് എഡിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ മൗണ്ടെയിൻ, ആ മൗണ്ടെയിൻ സ്വന്തമായി ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്കൊരു ഹോളുണ്ട് ഗൈസ്. ഇതിൻ്റെ ഹോളിലേക്ക് അതായത് ഞാൻ കാണിച്ചു തരാം. ആ ഹോളിലേക്ക് ഒരു ഉണ്ണി വണ്ടിയും കൊണ്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചീറ്റ് കോഡും കിട്ടും. കൂട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ച് പൈസയും കിട്ടും. കാരണം ആ ഹോളോയിലേക്ക് പോകുമ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ വഴിയിൽ തന്നെ പൈസ ഉണ്ട് ഗൈസ്, അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതാണ് ദിസ് വേ അല്ല ദ വേ, ദി വേ കണ്ടില്ലേ ഗൈസ്, ഇവിടെ തന്നെ പൈസ ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് ഗുഹ പോലത്തെ ഒരു സെറ്റപ്പാണ്. അങ്ങോട്ട് കയറണമെങ്കിൽ നമുക്കൊരു ഉണ്ണി RC കാർ വേണം. ഞാൻ കാണിച്ചു തരാം എവിടെയാണ് RC കാർ. ഇടിച്ച് ചത്ത് അമ്മേ. സ്റ്റിക്കറായി ഗൈസ്. അത് ഈ ഗ്യാസ് സ്റ്റേഷൻ്റെ എവിടെയാണ് ഗൈസ്? അപ്പുറത്തെ സൈഡാണോ ഇടത്തെ സൈഡാണോ അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് മെസ്സേജ് ആണല്ലോ.
ഈ ഗ്യാസ് സ്റ്റേഷൻ അല്ല ഗൈസ്. ഒരു എൻ്റെ ഗൈസ് ഈ ഒരു കാര്യം ചെയ്യണം. ഓക്കെ ഗൈസ്, അത് ചെറിയൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നിങ്ങൾക്ക് കളിച്ചുള്ളവർക്ക് 5-6 പേർക്ക് അറിയായിരിക്കും, നമ്മുടെ ഈ ഗെയിമിനകത്ത് 5-6 സ്ഥലത്ത് ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. ആ ഗ്യാസ് സ്റ്റേഷൻ്റെ ഒരു സ്ഥലത്ത് നമുക്കൊരു RC കാർ കിട്ടും. ഏത് ഗ്യാസ് സ്റ്റേഷനാണെന്ന് എനിക്ക് പറഞ്ഞൂടാ ഗൈസ്. ഇവിടെയുള്ളതിൽ ഏതെങ്കിലും ഒരു ഗ്യാസ് സ്റ്റേഷനിലുണ്ടാവും. അവിടെ ചെന്ന് ആ RC കാർ എടുത്ത് ഇവിടെ വന്ന് ആ ഹോളോ പാർട്ടിൻ്റെ ഉള്ളിൽ കയറി, ഗുഹയില്ലേ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഇറങ്ങിത്തൂടെ കയറാൻ പറ്റും. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കൊരു ചീറ്റ് കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറുതാവും, അങ്ങനെയും കയറാം. പക്ഷേ ഞാനിപ്പോൾ ഒരു ത്രില്ലിന് അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ കറക്റ്റായിട്ട് ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ പോകുന്നു. എവിടെയായിരുന്നു ഗ്യാസ് സ്റ്റേഷൻ എനിക്ക് വലിയ പിടിയില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഓരോ വീഡിയോസിലും എൻ്റെ സൗണ്ട് ക്ലിയർ ആവണമെന്നാണെന്ന് പറയണത്, അല്ലെങ്കിൽ എനിക്കത് പണി. അതുകൊണ്ടാണ് നമ്മുടെ റിച്ചിൻ്റെ വണ്ടി ഉണ്ടാവും. റിച്ചിൻ്റെ വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ കിടക്കുന്ന വണ്ടി എത്ര എനിക്കൊരു ഡൗട്ട്. എന്തെങ്കിലായിട്ട് ഇവിടെ ഒന്നുമില്ലല്ലോ. അമ്മേ ചവിട്ടി വണ്ടി ചവിട്ടി നിർത്ത് കണ്ടോ. അതൊന്നും അല്ല കേട്ടാ, ആ വണ്ടി ഒന്നും അതിൻ്റെ ഇടയിൽ കയറത്തുമില്ല. കയറുന്ന വണ്ടി ഒരു ഉണ്ണിയാണ്. അത് ഇവിടുത്തെ ഗ്യാസ് സ്റ്റേഷനിൽ ഇല്ലായിരുന്നു. ഇവിടെ ലംബോർഗിനി അതെടുത്താലോ ഉണ്ടല്ലോ. ഇതാണ് കേട്ടോ സ്ഥലം, ഇത് കണ്ടല്ലോ. പെട്ട് എൻ്റെ അമ്മച്ചി. ഈ ഗ്യാസ് സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി ചിക്കിയിട്ട് രാത്രി ഞാൻ കണ്ടില്ല. ഒന്ന് ഇറങ്ങി ചിക്കിയില്ലെങ്കിൽ ശരിയാവില്ല. അല്ലേ അതാണ് ഇവിടെയാണ് കേട്ടോ കടക്കാറ്. ബാക്കിലൊക്കെ നോക്കിയിട്ടിടാം. ഇവിടെ ഒന്നുമില്ല കൈ. നമുക്കിനി ഒരു ഗ്യാസ് സ്റ്റേഷനിലും കൂടെ ഉണ്ട്, അവിടെയും കൂടെ ഒന്ന് പോയി നോക്കട്ടെ. അതെവിടെയെന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഷോറൂം ഉണ്ടല്ലോ, ഈ ഗെയിമിനകത്തുള്ള കാർ ഷോറൂം അവിടെയാണുള്ളത്. ഡൂഡ് മാർട്ട് അവിടെ. അയ്യോ ഇതാണ് ഡൂഡ് മാർട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തരുന്നു. ഈ ഡൂഡ് മാർട്ടിൻ്റെ ഇവിടെയായിട്ടൊരു ഒന്നുണ്ടല്ലോ അവിടെ. അത് കൊടുക്കണം. അല്ല ഇവിടെ അല്ലേടാ ഞാനിപ്പോൾ കറങ്ങിയത്. അയ്യോ ഗൈസ് ഇവിടെ അല്ല കേട്ടോ, എനിക്ക് തെറ്റിപ്പോയി. ഞാൻ നേരത്തെ വന്നത് തന്നെയായിരുന്നു. നമ്മുടെ ജാക്കിൻ്റെ വീടില്ലേ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏത് സൈഡാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജാക്കിൻ്റെ അല്ല അത് വേണ്ട. ഈ ഒരു ഇതുണ്ടോ ഗൈസ്, ഈ ഫുട്ബോൾ കളിക്കാനുള്ള സെറ്റപ്പ്, അതിൻ്റെ സൈഡിലേക്കാണ്. ഇവിടെ ഇങ്ങോട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പച്ച വീടിൻ്റെ അപ്പുറത്തോട്ട് തിരിയണം. ഇനി ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോകണം. ഇത് ലെമണേഡ് ഡൂഡിൻ്റെ വഴിയാണ്. ഈ വഴി വെക്കഴിഞ്ഞാൽ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞത്. പിടിച്ച് അമ്മോ ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് ഗൈസ് ചവിട്ടിക്കോ. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഡ്രിഫ്റ്റ് ടൈം? ഈ വഴി പോകുമ്പോൾ ഇവിടെയുണ്ട് ഒരു ഗ്യാസ് സ്റ്റേഷൻ. അമ്മേ കേട്ട് നോക്കിയൊക്കെ വാടേ. ഗ്യാസ് സ്റ്റേഷനിൽ പോയി വലിച്ചോടി വണ്ടി. എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് ഗൈസ്. ഇന്ന് ഗ്യാസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ഞാൻ നോക്കട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ. ഇനി വേറെ എവിടെയെങ്കിലും ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഇവിടെ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ ആ ഒരു മൗണ്ടൻ്റെ അടുത്ത് തന്നെ. അവിടെ നിന്ന് കറങ്ങിത്തെക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതേ ഉള്ളൂ. പക്ഷെ അപ്പുറത്ത് എവിടെയെങ്കിലും അപ്പുറത്തന്നെ ഉണ്ടാകുന്നില്ല. ഇവിടെയും ഗ്യാസ് സ്റ്റേഷൻ ഇല്ല. അവിടെ പോയി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് തപ്പട്ടെ. ചിലപ്പോൾ ഇവിടെ ഞാൻ കാണും, ഞാൻ കാണാത്തതായിരിക്കും. ഗായ്സ് ഇവിടെയൊന്നും ഇല്ല. അയ്യോ ഇനിയിപ്പോൾ പോട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കവർ ചെയ്യല്ലേ.
അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും പണി വേണം. നമുക്കിന്ന് ഒരു 10 പേരെ കൊല്ലാൻ ശ്രമിച്ചാലോ? എൻ്റെ കയ്യിൽ തോക്കൊന്നുമില്ല. വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചാലോ? അപ്പം നോക്കാം. അല്ലെങ്കിൽ വേണ്ട, 5 സ്റ്റാർ വേണ്ട, ലെവലാക്കാൻ നോക്കാം. ഞാൻ ആദ്യം ജെറ്റ് എടുത്തോണ്ട് വിട്ടു. ജെറ്റ് എവിടെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ എയർപോർട്ടിൽ പോകണം. അയ്യോ, എയർപോർട്ടിലേക്കുള്ള വഴി എന്നോട് എയർപോർട്ടിൽ പൊയ്ക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്ററോ ആയാലും മതിയല്ലേ. പക്ഷേ പ്ലെയിൻ ആയാലും ഹെലികോപ്റ്റർ ആയാലും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് രാത്രിയായടേ നമുക്ക് എയർപോർട്ടിൽ പോകണം. ആദ്യം അവിടെ നിന്ന് കറങ്ങി മറ്റൊരു സ്ഥലത്ത് പോകണം. വീണ്ടും അവിടെ നിന്ന് കറങ്ങി മറ്റൊരു സ്ഥലത്ത് പോകണം. വണ്ടി തിരി എൻ്റെ അമ്മേ ഇടിക്കും. എൻ്റെ മോനെ എൻ്റെ ഡ്രിഫ്റ്റിങ്. അയ്യോ വന്നിരി. ഒരു പിശുകാരൻ ഇവൻ്റെ കടകളെ വന്ന് കേൾക്കുന്നത്. ഇനി ഇവിടെ നിന്ന് വലത്തോട്ട് കണ്ടായി വഴി. ഇവിടെ നിന്ന് വലത്തോട്ട് പോയി സ്ട്രൈറ്റ്. എൻ്റെ അമ്മ എവിടെ നോക്കിയിടയ്ക്കാണ് വണ്ടി എടുത്തോണ്ട് പറഞ്ഞത്. എനിക്ക് എന്തിൻ്റെ സൂക്കേടാണോ ഇങ്ങോട്ട് കയറിപ്പോടേ. ഇവിടൊക്കെ എന്തിൻ്റെ സൂക്കേടാണോ എന്തോ. സ്ട്രൈറ്റ് വയ്ക്കാം. ചോദിക്കോ ഇനി എവിടെ നിങ്ങോട്ടായിരുന്നു? ഇടത്തോട്ടോ വലത്തോട്ടോ? എയർ കണ്ടീഷണർ, കൂളർ, TV. ഇങ്ങോട്ടല്ലല്ലോ. നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നിങ്ങൾ ഇത്രയും വലിയ വണ്ടി കണ്ടിട്ടുണ്ടോ ഗൈസ്? ട്രക്ക്. എന്നാൽ ഇപ്പം കണ്ടോ. ഇനി ഒരു സ്ഥലത്തോട്ട് പോകണം. എന്നാണ് നമുക്ക് ജെറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് വലത്തോട്ട് സ്ട്രൈറ്റ്. മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലം കിട്ടും. നിങ്ങൾ അങ്ങനെ പോയാൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ പോകണമെന്ന്. ഇവിടെ നമുക്കൊരു ഉണ്ണി പ്ലെയിൻ കിട്ടും. ഈ പ്ലെയിനിൽ കൂടെ കയറി ഈ ജെറ്റുള്ളൊരു ബോട്ടുണ്ട്. ജെറ്റ് പ്ലെയിനൊക്കെ ഉള്ളൊരു വലിയ കണ്ടെയ്നർ ഷിപ്പ് പോലത്തെ ഒരു ബോട്ടല്ല, ഷിപ്പ് തന്നെ അത് ഈ പ്ലെയിനിനെയൊക്കെ കടലിൽ വെച്ച് പറപ്പിക്കാൻ പറ്റുന്ന ഒരു തരം ഷിപ്പാണ്. ആ ഷിപ്പിലേക്ക് എത്താനാണ് നമ്മുടെ ആ ഉണ്ണി പ്ലെയിൻ. ഇതടക്കും. ഇതാണ് കേസ് ആ ഉണ്ണി പ്ലെയിൻ. കണ്ടോ? അതിന് മുന്നേ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ആദ്യം മാപ്പ് ഫുള്ള് ചെറുതാക്കണം. ഇതാണ് പോവാം. ഇതോട്ടിക്കാനും നല്ല രസമുണ്ടല്ലേ. നിങ്ങൾ മാപ്പിൽ നോക്കി പേ ചെയ്യാതെ കേട്ടോ. ഞാൻ 5-6 പ്രാവശ്യം ഷിപ്പ് എടുത്തുള്ളതുകൊണ്ടുള്ള ഒരു ഇതിലാണ് ഞാൻ പോണത്. നിങ്ങളങ്ങനെ പോകണ്ട. ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ മുടിങ്ങിയ പാടാണേ. ലാൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ചിലപ്പോൾ ലാൻഡാവും. ഞാൻ ഒതുക്കിയിട്ടെ. കൂടോ നീ? ഗൈസ്, ഇലുമിനാറ്റി കേട്ടോ. മുമ്പോട്ട് ഇട്ട സമയം ബാക്കിലോട്ട് വീണു. അണ്ണേ ഇത് സുമ്മാ അണ്ണേ. എൻ്റെ കേസ് രാവിലെ ആയിക്കോട്ടെ. രാവിലെ ആക്കത്തോണ്ടാണോ തോന്നുന്നു മറിമയങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ ജെറ്റ് എടുത്തു, രാവിലെ ആക്കുകയും ചെയ്തു. പിന്നെ എന്തോ ഒരു മറിമായം സംഭവിച്ചു. ഇതെന്ത് പണ്ടാരം?
ഇതെന്ത് മറിമായം? ഇതെന്തോന്ന് കിണ്ടി? ഗൈസ്, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവണേ ഇതെന്തിരുന്നു? എനിക്കൊന്നും മനസ്സിലാവണം കേട്ടോ, സത്യം പറയല്ലോ. ഞാനിപ്പോൾ എവിടെ എങ്ങനെയാണെന്ന് പോലും എനിക്കറിഞ്ഞില്ല. എവിടെടേ ഞാൻ? എൻ്റെ അമ്മേ, മൈ ലൊക്കേഷൻ എന്നെപ്പോലും മാപ്പിൽ കണ്ടുകൂടാ ഗൈസ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 5 സ്റ്റാർ 100 ലെവലാക്കാൻ നോക്കി പണി വാങ്ങിച്ച് താണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗുഡ് ബൈ.